അപ്പോൾ ഈ വരുന്ന ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഏകദേശം 30 മാർക്കിനോളം അടുത്തുള്ള ജോഗ്രഫി എന്നുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. സോ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഘടകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരെ അറിയണം. അത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരെ വരാൻ സാധ്യതയുണ്ട്. സോ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും ലാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെയാണ്, ഒരു കിലോമീറ്റർ കൂടുമ്പോൾ 6.4 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നുണ്ട്, നോർമൽ ലാപ്സ് റേറ്റ് ആണ്, ആ കാര്യങ്ങൾ എഴുതണം. പിന്നെ എന്താണ് ഈ പറഞ്ഞ സീയും ലാൻഡും എന്ത് ചെയ്യാണ് ഡിഫറെന്റ് രീതിയിലാണ് ചൂട് പിടിക്കുന്നത് എന്നുള്ള കാര്യം. പിന്നെ എന്താണ് ഡിസ്റ്റൻസ് ഫ്രം ദ സീന് അടുത്തുള്ള സ്ഥലത്താണെങ്കിൽ ഡയനൽ റേഞ്ച് കുറവായിരിക്കും, ദൂരെയാണെങ്കിൽ ഡയനൽ റേഞ്ച് കൂടുതലായിരിക്കും. ദെൻ അടുത്ത കാര്യം ഓഷ്യൻ കറണ്ട് ആണ്. ഓഷ്യൻ കറണ്ട് വിത്ത് എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയണം. എന്താണ് വാം കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇനി പറഞ്ഞിട്ടുള്ള കോൾ കറണ്ട് ആണ് പോകുന്നതെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ ലോ ആയി അല്ലേ, അത് കുറയുകയും ചെയ്യുന്നുണ്ട്. സോ അത്രയും കാര്യങ്ങൾ എഴുതാം. പിന്നെ അഡീഷണലി എന്ത് ചെയ്യണം, ടോപ്പോഗ്രഫിയുടെ ഭാഗം കൂടിയുണ്ട്. എന്താണ് സണ്ണിനെ ഫേസ് ചെയ്തിരിക്കുന്ന മൗണ്ടൻ സ്ലോപ്പിൽ അവിടെ എന്താണ് ടെമ്പറേച്ചർ കൂടുതലും, ഓപ്പോസിറ്റ് സ്ലോപ്പിലാണെങ്കിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ അവിടെ ഒരു എസ്എ ക്വസ്റ്റ്യൻ ഏകദേശം 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളെ പെട്ടിയിലാക്കി എടുത്തത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്, വിൻഡിൻ്റെ സ്പീഡിനെയും ഡയറക്ഷനെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു. റെഡി? ഓക്കെ ദെൻ അപ്പോൾ നോക്കി വെച്ചോ. ആദ്യത്തേത് കോറിയോളിസ് ഫോഴ്സ് ആണ്. വിൻഡിൻ്റെ ഡയറക്ഷനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. നോർത്തേൺ ഹെമിസ്ഫിയർ റൈറ്റ് സൈഡിലേക്ക് കാറ്റുകൾ പോകും, സദേൺ ഹെമിസ്ഫിയർ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. ആ കാര്യം നല്ല അടിപൊളിയായിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ദെൻ പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യാണ്, പ്രഷറിൽ വ്യത്യാസമാണ്. പ്രഷർ ഗ്രേഡിയൻറ്റ് കൂടിയ സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക. ഇനി എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഫ്രിക്ഷൻ കാരണം എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞിട്ടുള്ള വിൻഡിൻ്റെ ഒരു സ്മൂത്ത് ഫ്ലോ എന്ത് ചെയ്യാണ്, നഷ്ടപ്പെടുകയാണ്. അത്തരം കാര്യങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ആൻസർ പക്കേ സെറ്റായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെർമനന്റ് വിൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വരാനുള്ള സാധ്യത വളരെ ഏറെയാണ്. സോ പെർമനന്റ് വിൻഡ് എന്ന് പറയുന്നത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റിന് ഇടയിൽ വീശുന്ന കാറ്റുകളാണ്. നമുക്ക് മനസ്സിലാക്കി വെക്കുക. പ്രിവെയിലിംഗ് വിൻഡ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. സോ 3 തരത്തിലുള്ള ആളുകളാണുള്ളത്. ട്രേഡ് വിൻഡ് ഉണ്ട്, വെസ്റ്റലൈസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പോളാർ വിൻഡ്സ് ഉണ്ട്. ഓരോന്നും ഏതൊക്കെ പ്രഷർ ബെൽറ്റിനിടയിൽ വീശുന്നു എന്നുള്ള കാര്യം മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് അതിനോടൊപ്പം ഞാൻ തന്നെ അഡീഷണലി പറയുകയാണ് മക്കളെ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് പഠിക്കാതെ പോകരുത്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലതവണ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലായിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലായിക്കോട്ടെ, എന്താണ് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ അത് എന്തായാലും നോക്കി വെക്കണം. റെഡി? പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അല്ലേ ഈ പറഞ്ഞിട്ടുള്ള മൺസൂൺ വിൻഡുകൾ. അതിൽ തന്നെ ആരെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, സൗത്ത് വെസ്റ്റ് മൺസൂണിനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം അല്ലേ. സമ്മർ സീസണിൽ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ലാൻഡ് ഏരിയയിൽ എന്ത് ചെയ്യാണ് മക്കൾ, ടെമ്പറേച്ചർ കൂടും. കരയാണ് പെട്ടെന്ന് ചൂട് പിടിക്കുക അല്ലേ, ടെമ്പറേച്ചർ കൂടിയാൽ പ്രഷർ കൂടിയും, ലോ പ്രഷർ ആയിരിക്കും. ഇവിടെ ഹൈ പ്രഷർ ആയിരിക്കും. ഇപ്പോൾ ഹൈ പ്രഷറുള്ള ഈ സ്ഥലത്ത് നിന്നും കാറ്റുകൾ എന്ത് ചെയ്യാണ്, ലോ പ്രഷറുള്ള സ്ഥലത്തേക്ക് വീശുകയാണ്. കോറിയോളിസ് ഫോഴ്സ് കാരണം എന്ത് ചെയ്യാണ്, അതിന് ദിശാവ്യതിയാനം സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ വരുന്നു. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് അടിപൊളിയായിട്ട് എഴുതി കൊടുക്കുക. നോർത്ത് ഈസ്റ്റ് മൺസൂണിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ അല്ലേ, അത് ഒന്ന് പഠിച്ചു വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. വരാൻ സാധ്യത കൂടുതലും സൗത്ത് വെസ്റ്റ് മൺസൂൺ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോക്കൽ വിൻഡുമായി ബന്ധപ്പെട്ടിട്ട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ഓരോരോ കാറ്റുകൾ എവിടെയാണ് വീശുന്നത് എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. ഡൺ. അങ്ങനെയാണെങ്കിൽ അടുത്തത് കണ്ടൻസേഷൻ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ടൻസേഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. ഡ്യൂ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഫ്രോസ്റ്റ് ഉണ്ട്. അടുത്ത നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഫോഗ് ഉണ്ട്. ഓക്കെ, അതുപോലെ ക്ലൗഡ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലൗഡ്സ് പഠിച്ചു വെക്കണം. 1 മാർക്കിൻ്റെ ഒരു ഷെയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1 മാർക്കിൻ്റെ ക്ലൗഡ്സ് ഒക്കെ എന്ത് ചെയ്യാം, ചോദിക്കാറുണ്ട് 1 മാർക്കിന്. റെഡി? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങളും ശ്രദ്ധിച്ച് വെക്കുക. പിന്നെ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെയിൻഫാൾ ആണ്. അതിൽ തന്നെ ഈ പ്രാവശ്യം വരാൻ സാധ്യത ഏറ്റവും കൂടുതൽ ഏതാണ്, നമ്മുടെ ഓറോഗ്രഫിക് റെയിൻഫാൾ ചോദിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ്. സോ ഇത് അല്ലെങ്കിൽ പിന്നീട് ചോദിക്കുക സൈക്ലോണിക് റെയിൻഫാൾ ആയിരിക്കും. ഇത് നമ്മുടെ കൺവെക്ഷണൽ റെയിൻഫാൾ ആണ്. 3 ടൈപ്പ് റെയിൻഫാളും എന്തായാലും നല്ല രീതിയിൽ പഠിച്ചു വെച്ചോ. ഏതെങ്കിലും ഒന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ ഓറോഗ്രഫിക് റെയിൻഫാളിനെ ഒന്നുകൂടി സ്പെഷ്യലൈസ് ചെയ്ത് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കി വെച്ചോളൂ. റെഡി? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മൾ അടുത്തൊരു ഭാഗത്തിലേക്ക് പോവുകയാണ്. ക്ലൈമറ്റിക് റീജിയൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൽ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ്റെ ഫീച്ചേഴ്സ് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. റെഡി? ഓക്കെ, അവിടെ എന്തുകൊണ്ടാണ് ഈ പോപ്പുലേഷനൊക്കെ കൂടുതലാണെന്നുള്ള കാര്യത്തിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ മാപ്പ് മാർക്കിംഗ് ആണ്. സാവന്ന, ഹോട്ട് ഡെസേർട്ട്, ടെമ്പറേറ്റ് ഗ്യാസ് ലാൻഡ്, ഇതിലേതെങ്കിലും ഒന്ന് എന്തായാലും മാപ്പ് മാർക്കിംഗ് ചോദിച്ചിരിക്കും, ഉറപ്പാണ്. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാവന്ന എന്ന് പറയുന്ന സമയത്ത് ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് പേരിലാണ് അറിയപ്പെടുന്നത്. മാപ്പ് മാർക്കിങ്ങിലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഹോട്ട് ഡെസേർട്ടുകൾ കോണ്ടിനെന്റ് വെസ്റ്റേൺ മാർജിനിൽ അവിടെ ട്രേഡ് വിൻഡിന്റെ ഇൻഫ്ലുവൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ 2 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഹോട്ട് ഡെസേർട്ടിന് മാപ്പ് മാർക്കിംഗ് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇതിന് പുറമെ എന്താണ് കാൽഹാരി ഡെസേർട്ടും കൂടി എക്സ്ട്രാ നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. റെഡി? ഓക്കെ, ഫൈൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയനിലെ എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ കൃഷിയെക്കുറിച്ച് ചോദ്യങ്ങൾ വന്നേക്കാം. സോ ഈ ഒരു 4 പോയിന്റ് മക്കൾ അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിച്ചു വെച്ചോ, ഹാപ്പി ആയി. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്.
ലോകഭൂപടത്തിൽ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് മാർക്ക് ചെയ്യാൻ. കണ്ടോ? അപ്പോൾ ഈ ഒരു 3 ഭാഗങ്ങൾ ഹോട്ട് ഡെസേർട്ട്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്, സാവന്ന എന്തായാലും പഠിച്ചു വെക്കണം മാപ്പ് മാർക്കിംഗ്. ഓക്കെ, ദെൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ജോഗ്രഫിയുടെ നമുക്ക് ഈ ഓണം എക്സാമിനുള്ള അവസാന ചാപ്റ്റർ കൂടിയുണ്ട് അല്ലേ? ഹൗ ടു ഫയൽ കംപ്ലയിൻസ് ഇഫ് കൺസ്യൂമർ ഈസ് ചീറ്റ് അല്ലെ? കൺസ്യൂമർ ചതിക്കപ്പെട്ടാൽ എങ്ങനെയൊക്കെ പരാതി നൽകാം എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, അതൊന്ന് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. പിന്നെ എന്താണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ക്വാളിറ്റി സിമ്പിൾസ്, അത് നോക്കി വെക്കണം. ദെൻ അടുത്തത് എന്താണ്, കൺസ്യൂമർ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം കൂടി എന്ത് ചെയ്യണം, മക്കളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഈ എക്സാം തൂക്കിയിരിക്കണം മക്കളെ, നേടിയിരിക്കണം. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ഏത് ടൈപ്പ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ബൈ. ടാറ്റ.